നമസ്കാരം. തേവര തിരുഹൃദയത്തിൻ്റെ ശാന്തമായ ഹൃദയതീരത്ത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൻ്റെ ശാന്തമായ ഇടപെടൽ കൊണ്ടും സൗമ്യമായ നിറപുഞ്ചിരി കൊണ്ടും ഹൃദയങ്ങൾ കവരുന്ന കഴിഞ്ഞ 10 വർഷത്തിലേറെയായി തേവര തിരുഹൃദയ കലാലയത്തിൻ്റെ കാവലാളായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് ഏട്ടനാണ്. ജോസഫേട്ട നമസ്കാരം. നമസ്കാരം. ജോസഫേട്ട, ഈ ജോസഫേട്ടനെ കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്നത് ജോസഫേട്ടൻ്റെ ഈ നിറപുഞ്ചിരിയാണ്. എല്ലാവരുടെയും ഹൃദയം കവരുന്നത് ഈ പുഞ്ചിരി വെച്ചിട്ടാണ്. ഈ പുഞ്ചിരിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ്? നമുക്ക് അങ്ങനെ തുറന്ന് ചിരിക്കാനും താല്പര്യം. ആരോടും നമുക്ക് ഇതായിട്ടുള്ളത് നമ്മൾ കാണാറില്ല. ആരെ കണ്ടാലും ഏതാളെ കണ്ടാലും എവിടെ വെച്ചാൽ നമ്മളോട് മുഞ്ചിട്ട് നമ്മൾ ചിരിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടത്തില്ല. പ്രത്യേകിച്ച് ഈ കലാലയത്തിലൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ കുട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകർ വരുമ്പോൾ അവരുടെ ദിവസത്തിന് ഒരു കൂടുതൽ ഊർജ്ജം നൽകുന്നതായിട്ട് ഈ പുഞ്ചിരി മാറുന്നതായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടാറ്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഈ തേവര തിരുഹൃദയ കലാലയവുമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധമാണ് ജോസഫേട്ടനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എങ്ങനെയായിരുന്നു ഈ യാത്രയുടെ തുടക്കം? എവിടെ നിന്നായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ തൊഴിൽ മരപ്പണിയായിരുന്നു. മരപ്പണിയിലൂടെയാണ് ഞാൻ ജീവിച്ചിട്ട് പോയിരുന്നത് വെച്ചാൽ ആ ഘട്ടത്തിലാണ് നമ്മളെ ഇവിടെ ജോലി ചെയ്തത്. ജോസ് ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്, നെട്ടൂക്കാരനാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഇടവക്കാരൻ കൂടിയാണ്. ആ പുള്ളി എന്നോട് പറഞ്ഞിട്ട് ഇന്നൊരു ചാൻസ് ഉണ്ട്, ഞാനവിടെ വരണമെന്ന് വെച്ചാൽ ഞാൻ വന്നേക്കാം. ഞാനിവിടെ വന്ന് ജോലി ചെയ്യണത് നമ്മുടെ ഭായിമാരെ കൂടിയാണ്. 2 ഭായിമാരും ഉണ്ടായിരുന്നു. ഞാൻ തുടക്കമായിട്ട് അതാണ് സ്റ്റാർട്ടിങ്. അവിടെ ഭായിമാരെ കൂടി 2 പേരും കൂടി അവരെ കൂടിയാണ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഉണ്ടായത്. ഫസ്റ്റ് ഡ്യൂട്ടി നമ്മളവിടെ രാവിലെ 7 മണിക്ക് വരെ രാത്രി 8 മണി വരെ ഉണ്ടായിരുന്നു. അതായത് മെയിൻ ക്യാമ്പസിൽ. അപ്പോൾ ഭായിമാരുണ്ട്, 2 ഭായിമാരുണ്ട്, ശർമ്മയും 2 മെയിനായിട്ട് അവിടെ ഉള്ളത്. അപ്പം നമ്മുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വരിക, രാവിലെ വന്നു കഴിഞ്ഞിട്ട് അവർ നൈറ്റ് നിൽക്കും. നൈറ്റ് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ ഞാൻ വരും 7 മണിയാകുമ്പോൾ വരും. അവർ പിന്നെ നൈറ്റ് വരുമ്പോൾ 8 മണിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു തന്നിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് അവിടെ നിന്ന് 8 മണിയാകുമ്പോൾ പോരുന്നത്. അപ്പോൾ നെട്ടൂരാണ് സ്വദേശം അല്ലേ? നെട്ടൂരിൽ നിന്ന് തേവരയിൽ വന്ന് ഇവിടുത്തെ കലാലയമായിട്ട് ഉള്ള ഒരു ബന്ധമാണുള്ളത്. അപ്പോൾ ഈ ജോസഫേട്ടൻ പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ ഒക്കെ കൂടുമ്പോൾ അവരിൽ ഒരാളായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് ഉള്ളതല്ല. അതെങ്ങനെയാണ് ഈ ജോസഫേട്ടൻ ആ ഒരു അനുഭവം എങ്ങനെയാണ്? എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിള്ളേരോടും സാറുമാരും എല്ലാവരും നമ്മുടെ എല്ലാവരോടും ഇടപെടണം എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം. ആരെയും നമ്മൾ പിന്നെ വെറുപ്പിക്കാറില്ല, അത് കൂടുതൽ വെറുപ്പിക്കാറൊന്നുമില്ല. ഈ വിദ്യാർത്ഥികളോടൊപ്പം ചേരുമ്പോഴേ ഈ അവരിൽ ഒരാളായിട്ട് മാറുമ്പോൾ ജോസഫേട്ടന്റെ ഒരു പ്രായം കുറയുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ചെറുപ്പകാലഘട്ടം. അതെ, നമ്മളെ ഞാൻ കോളേജിൽ നിന്ന് പോയിട്ടില്ലാത്തൊരു കൊണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ പിള്ളേരോട് ഇടപെടൽ, എല്ലാവരോടും ഇടപെടൽ വളരെ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അവരായിട്ട് എന്ത് ദേഷ്യപ്പെടും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല, ദേഷ്യപ്പെടാറുണ്ട്, ഇല്ലെന്ന് പറയാറില്ല. നമ്മുടെ ജോലിയുടെ ചിലപ്പോൾ അല്ലാണ്ട് അവരോട് പ്രത്യേക വൈരാഗ്യം അങ്ങനെയൊന്നുമല്ല. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചില ടൈമിനൊക്കെ നമ്മൾ ഇതായി പോകും, പെട്ടെന്ന് ചൂടായി പോകും പിള്ളേരായിട്ട്. എന്നാലും വളരെ സൗമ്യമായിട്ട് തന്നെ ഞാൻ പോകുന്നത് പിള്ളേരോടും സാറുമാരായിട്ടും എല്ലായിടത്തും. അപ്പുറത്തെ ഇപ്പോൾ സെൻറ്റ് മേരീസ് അപ്പുറത്തെ സ്കൂളിലെ എല്ലാ പിള്ളേരും, കൊച്ചു നേഴ്സറി പിള്ളേരോട്ട് നമുക്ക് എല്ലാവരും അറിയുന്നതാണ്. എല്ലാവരുമായിട്ടും കൂടുതൽ ആൾക്കാർ കൂടുകയാണെന്ന് നമ്മളിപ്പോൾ ഈ പുതിയ ഈസ്റ്റ് ക്യാമ്പസിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ. അവിടെ അത്രയും നമുക്ക് പിന്നെ രാവിലെ വൈകുന്നേരം നമ്മുടെ പിള്ളേരെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അത്ര വിട്ട് നമുക്ക് പിന്നെ പുറത്തുള്ള ആൾക്കാർ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സറി ക്ലാസ് തൊട്ട് ഇവിടെ പിന്നെ പാരൻസിനെ കംപ്ലീറ്റ് നമ്മൾ അവരോടും എല്ലാവർക്കും ഇപ്പം നമ്മളറിയാം. അതെ, ജോസഫേട്ടന്റെ മുന്നിലൂടെ ഒരാൾ ഒരു പ്രാവശ്യം പോയി ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നും അവരുടെ മനസ്സിലൊരു വലിയൊരു സ്ഥാനം തന്നെയാണ്. അതിപ്പോ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികളെ പോലും വിദ്യാർത്ഥികളൊക്കെ നമ്മളിപ്പോഴും ഓർത്തിരിക്കും. അവരിവിടെ വന്നതിന് ഇപ്പൊ ജൂബിലിയുടെ വാർഷിക അവര് നമ്മളെ വന്ന് കണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നു. അതിൽ നമുക്കൊരു വന്നാലും 8 മാസത്തെ ഒരു ബ്രേക്ക് വന്നാൽ വളരെ വിഷമമുണ്ട്. 8 മാസത്തെ ബ്രേക്ക് അല്ലേ? അതൊരു പറയാൻ പറ്റാത്തൊരു മെയിൻ ക്യാമ്പസിൽ വെച്ചുണ്ടായ എനിക്ക് തോന്നുന്നു ജോസഫേട്ടനായാലും ഉണ്ടായ ഒരു ദുഃഖകരമായ ഒരു അനുഭവം. അതായത് നമ്മള് അച്ഛൻ ജോസച്ചനാന്ന് പ്രിൻസിപ്പളായിട്ട് ജോസച്ചൻ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ജോസഫ് ID കാർഡ് ഇല്ലാത്ത ആര് ഇതിനകത്തേക്ക് അത് കോളേജിന്റെ നിയമമാണ്. അപ്പൊ ഞാനത് കറക്റ്റായിട്ട് ചെയ്ത്
ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ പയ്യൻ വന്നപ്പോ ID കാർഡ് ഞാൻ തോളെ കയറി പിടിച്ചു അതെ ഐ ഡി കാർഡ് കാണിക്കാൻ ചോദിച്ചാൽ പിടിച്ച ഷോളറെ പിടിച്ചപ്പോ തിരിഞ്ഞൊറ്റ ഇടി ഇടിച്ച് പല്ല് ചുണ്ടും പല്ലും ഇളകിപ്പോയി. എത്ര പല്ല് പോയി? 2 പല്ല് ഉള്ളിലേക്കായിപ്പോയി വീണുപോയി ഞാൻ. അപ്പൊ അതിന്റെ ഒരു ബ്രേക്ക് 8 മാസം എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഒരു 10 വർഷത്തിന്റെ ഒരു അതൊരു ആ 8 മാസത്തെ ബ്രേക്ക് ഇങ്ങനെ എല്ലാ ദിവസവും കോളേജിലോട്ട് വന്ന് അല്ലേ? അതെ നമുക്കതൊരു ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം. കുട്ടികളെ കാണാതെ നമ്മളൊരു വേറെ ജോലിക്ക് പോയിട്ട് നമുക്ക് തൃപ്തിയല്ലേ. പിന്നീട് പയ്യനെ കണ്ടു എന്നോട് വന്ന് ഈ ജൂബിലിക്ക് ഇവിടെ വർഷം ഇങ്ങോട്ട് വന്ന് കണ്ടു പറഞ്ഞ് എന്നെ സംസാരിച്ചിട്ട് പോയി. അവരെന്ത് പറഞ്ഞു? അവൻ പറയാ ചേട്ടാ പഴയ കാര്യങ്ങളെന്ന് ഞാൻ നിന്നെ തന്നെ ഞാൻ മറന്നുപോയി. പിന്നെ ഞാനറിയട്ടെ ആ കാര്യത്തിൽ നമുക്ക് അതിൽ വേറെ ഒന്നും വിഷമമൊന്നുമില്ല. അവള് ഈ ജൂബിലി വന്നപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മ ജീവിക്കാൻ വേണ്ടി വന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മൾ ജോലിയുടെ കാര്യം നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മളിവിടെ പിള്ളേരെ ശ്രദ്ധിക്കുക. 9 മാസത്തിന് ശേഷമാണ് പിന്നീട് വന്നപ്പോഴാണ് ഈസ്റ്റ് ക്യാമ്പസിന്റെ ഇതിലേക്ക് നമ്മളെ വിളിച്ചത്. സെബാസ്റ്റ്യൻ അച്ഛനാണ് അതിന്റെ വിളിച്ചത് തന്നെ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു ദുഃഖകരമായ ഓർമ്മയെ കുറിച്ച് ഓർമ്മ, പക്ഷെ ഇതില് ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലെന്നും സൂക്ഷിക്കുന്ന ഓർമ്മ അതെന്തായിരിക്കും? ഓർമ്മ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം നല്ല കോളേജ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീട് പോലെ തന്നെയാണ്. നമുക്ക് ഒരു ദിവസം വരാണ്ടിരുന്ന വിഷമം നാളെ മുടക്കാം, ഞായറാഴ്ച ദിവസം അത്രയൊക്കെ അറ്റാച്ച്ഡ് ആണ് ഇവിടെ. നമ്മളെ ഈ പിള്ളേരായിട്ടുള്ള അക്ഷരം ഒരാൾ എവിടെ വെച്ച് കണ്ടാലും നമ്മളെ വിഷയം പോകില്ല. എനിക്ക് തോന്നുന്നു ഈ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ 12 മണിക്കൂറാണല്ലോ, അതായത് ഒരു ദിവസത്തിന്റെ പകുതി സമയം കോളേജിനുള്ളിലാണ്. അത് നമുക്കൊരു വിഷമമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഓരോ നിമിഷവും എല്ലാവരും സാറന്മാരായിട്ടാണെങ്കിൽ എല്ലാവരായിട്ടും നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ വന്ന പുതിയ സാറന്മാരെ കുറച്ച് മാത്രമേ നമുക്ക് അറിയാതെ, ബാക്കി എല്ലാവരായിട്ടും ഭയങ്കര എല്ലാവരും നല്ല ടച്ച് ചെയ്യുന്നത്. എല്ലാവരും വിദ്യാർത്ഥികളിലൊക്കെ ജോസഫേട്ടിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. പക്ഷെ അവർക്ക് നമ്മളോട് ഞാൻ അതേപോലെ പുഞ്ചിരി തന്നെയാണ് അതിന്റെ ഒരു ഇത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കേറി വരുമ്പോ തന്നെയുള്ള അതൊരു മനം നിറയ്ക്കുന്ന ഒരു അനുഭവമാണ്. അത് പലപ്പോഴും നമുക്ക് അത് ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ നമുക്ക് വീട്ടിലേക്ക് കൂടുതലിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇവിടെ ഇരിക്കണം നമുക്ക് കൂടുതൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണത്. എന്നാലും നമുക്ക് വളരെ നല്ല എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര അനുഭവങ്ങളാണ് വെച്ചാൽ ഇവിടെ വന്നു പോകണം. നമ്മൾ ഒരുപാട് പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നു. ഇപ്പൊ എനിക്കൊരു പ്രായമുണ്ട്, 49-48 വയസ്സായിരിക്കും. നമ്മ അവരുടെ വരുമ്പോ നമുക്ക് എന്നുള്ള നമ്മൊരു ദിവസം കഴിഞ്ഞു പോണത് വളരെ വിഷമം, സമയം പോകണ്ടിരിക്കണ ഏറ്റവും നല്ല. പക്ഷെ ഇന്ന് ഭയങ്കര വിഷമമാണ്, ആരുമില്ല. ശനിയാഴ്ച മുടക്കുന്ന ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ഒരു സമയം കളയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സമയം ഞായറാഴ്ച അതാണ് ഞായറാഴ്ച വീട്ടിലിരിക്കണ തന്നെ നമുക്കൊരു വല്ലാത്തൊരു വിഷമം. എനിക്ക് തോന്നുന്നു ഈ ഒക്ടോബർ 12-ാം തീയതി ജോസഫേട്ടന്റെ ജന്മദിനാണ് അല്ലേ? ഇത് കഴിഞ്ഞ ജന്മദിനത്തില് സൈക്കോളജിയിൽ വിദ്യാർത്ഥികൾ വന്ന് കേക്ക് മുറിച്ച് അത് ജോസഫേട്ടൻ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. അത് ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ വീഡിയോ അനേകർ അത് കാണുകയും ഒക്കെ ചെയ്യുകയാണ്. ആ വീഡിയോ ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അവര് പെട്ടെന്ന് ഒരു നിമിഷം അറിയാണ്ട് എന്റെ ബർത്ത്ഡേ ചോദിച്ചായിരുന്നു. നമുക്ക് ഇങ്ങനെ പറയാൻ സീനിയർ വിദ്യാർത്ഥി എന്നോട് ജോസഫേട്ടന്റെ ബർത്ത്ഡേ നമ്മുടെ ഒക്ടോബർ 12-ാം തീയതിയാണ്. ചോദിച്ചിട്ട് പോയിട്ട് 2 ആഴ്ചയോളമായിട്ടായി. അപ്പൊ ഞാൻ കഴിഞ്ഞപ്പോ അത് വന്നപ്പോ അവര് കേക്കായിട്ടാ വന്നത്. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാം കൂടി വന്നിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മള് വീട്ടിൽ പോലെ കേക്ക് കുറി ആഘോഷിച്ചിട്ടില്ല. ഇത്ര വർഷത്തിൽ നമ്മുടെ വീട്ടിലൊരു കേക്ക് പോലും മുറിച്ച് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. നമുക്ക് വളരെ സന്തോഷം. പക്ഷെ അവിടെയും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അവിടെ ഒരു പങ്കിടലിന്റെ ഒരു അനുഭവമാണ് ഞാൻ കണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ കേക്ക് ആണെങ്കിൽ പോലും അതിനെ മുറിച്ച് ആ ഗേറ്റിലോട്ട് കയറി വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നത് അതൊരു വലിയ വളരെ സന്തോഷം. അത് ഭയങ്കര നമുക്ക് അതാണ് നമ്മള് ഇവിടെ വരുമ്പോ പ്രായം കുറഞ്ഞൊരു വിദ്യാർത്ഥികളെ പോലെ തന്നെ ഞാൻ പറയുള്ളൂ. അവരെ കൂടി നമ്മളൊരു അറ്റാച്ച്മെന്റ് വളരെ നല്ലൊരു ഇതനുഭവം. എനിക്ക് തോന്നുന്നു ഈ മുടങ്ങിപ്പോയ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിനെയൊക്കെ തിരിച്ചു പിടിച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കണ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അനുഭവം തന്നെ, ഒന്നും പറയാൻ പറ്റാത്തൊരു അനുഭവം. വാക്കുകൾ പറയാൻ പറ്റില്ല, അത്രക്കുള്ള ഒരു ഇതാണ് നമുക്ക്. ജോസഫേട്ടനെ വ്യത്യസ്തമാകുന്ന മറ്റൊരു ഘടന എന്ന് പറയുന്നത് ജോസഫേട്ടന്റെ യാത്രകൾ മുഴുവൻ സൈക്കിളിലാണ്. സൈക്കിളിനെ വളരെയധികം പ്രണയിക്കുകയും എന്താ പറയുക, ഇപ്പൊ ഇത്രയും സാങ്കേതിക വിദ്യ വളർന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള വാഹനങ്ങൾ വന്നു നിൽക്കുമ്പോൾ പോലും ജോസഫേട്ടൻ എപ്പോഴും സൈക്കിളിലാണ് യാത്രകൾ. അതെന്തുകൊണ്ടാണ്? നമ്മള്
സത്യം പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അത്. ആരോഗ്യത്തിന്റെ രഹസ്യം സൈക്ലിംഗ്. ഏറ്റവും കൂടുതൽ നമ്മൾ സൈക്കിൾ കിട്ടി നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഘടനയാണ്. മറ്റു വണ്ടികളോട്ടൊന്നും നോക്കാത്തത് നമ്മൾ സൈക്കിൾ കൂടി ഞാൻ ഒരു വർഷമായിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി ഓടിച്ചായിരുന്നു. നമുക്ക് എന്നാലും ഞാൻ കൂടുതൽ സൈക്കിൾ സംതൃപ്തി നമ്മള് ഇലക്ട്രിക് വാഹനം ഓടിച്ചിട്ട് വീണ്ടും തിരിച്ച് സൈക്കിളിലേക്ക് വന്നു വെച്ചാൽ അത് നമുക്കത് പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഈ സൈക്കിളോട് മലയാറ്റൂർ വരെ പിന്നെ 3 വർഷം ഞാൻ പ്രായം മുതലായിരിക്കും ഏകദേശം ഈ സൈക്കിൾ. ഞാനിവിടെ ഉള്ളപ്പോണ്ട് ചെറുപ്രായത്തിൽ ഞാനിവിടെ വന്നപ്പോ തന്നെ എല്ലാവരും പണിക്ക് ഓടിക്കുമ്പോ ഞങ്ങൾ സൈക്കിളിന് ഇവിടെ സൈക്കിൾ തന്നെ ഈ സൈക്കിളൊക്കെ വാടകയ്ക്ക് സൈക്കിൾ ഓടിട്ടുണ്ട്. കുറെ സൈക്കിൾ ഓടി സെക്കൻഡ് ഷോ സിനിമക്കൊക്കെ പോണ നൈറ്റ് സൈക്കിൾ എടുത്തിട്ട് ഞങ്ങൾ പോകും. അതായത് തൃപ്പൂണിത്തറയാണ് കൂടുതൽ പടത്തിന് സെക്കൻഡ് ഷോയിലൊക്കെ പോണത് അങ്ങനെയാണ്. പണ്ടത്തെ ഈ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോ ഇന്നത്തെ തലമുറ കേട്ടുകേൾവി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് സൈക്കിൾ പണിന്റെ 5 രൂപ ഒപ്പിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളൊരു സാധാരണ ഒരു കുടുംബത്തിലാണ്. കാരണം നമുക്ക് അപ്പനൊക്കെ കൂലിപ്പണിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 5 രൂപ മേടിക്കണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടിയാൽ മേടിക്കും. സൈക്കിളോടെ എവിടെയെങ്കിലും ആരെങ്കിലും തരുമ്പോൾ വേണ്ടി സൈക്കിളോട്ട് പിന്നെ സിനിമക്ക് പോവാ അങ്ങനെയുള്ള ചോറ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോ നമുക്ക് കിട്ടുന്ന ഒരു രാത്രി ആണെങ്കിൽ പോലും അതൊരു ഭയങ്കര അനുഭവങ്ങളാണ്. ഇപ്പത്തെ രാത്രിയല്ല അന്നത്തെ രാത്രി. അതെ അതെ. ഇന്നൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. അന്നൊക്കെ നമുക്ക് ഏത് രാത്രിയാക്കും എവിടെ വേണേലും പോവാം. അതൊക്കെ കൂട്ടുകാർക്കൊപ്പം ഒക്കെ അല്ലേ. എവിടെ വേണേലും എൻജോയ് ചെയ്യണം. വീട്ടുകാർ ഒന്നും കുഴപ്പമുണ്ടായിരുന്നു. എവിടെയെങ്കിലും ആരെങ്കിലും കൂട്ടുകാരെ വീട്ടിലുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ പിള്ളേർ എവിടെ പോയാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പൊ ജോസഫേട്ടൻ ഒരുപാട് കുട്ടികളെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്യാമ്പസിലോട്ട് വരുന്ന ഓരോ കുട്ടികളെയും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അധ്യാപകർ കാണുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ കാണുന്നത് ജോസഫേട്ടനായിരിക്കും. ഇന്നത്തെ കുട്ടികളെ കുറിച്ചുള്ള ജോസഫേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടെന്താ? പിള്ളേര് എല്ലാ ഘടനയിലും ഉണ്ട്. അല്ലേ നമുക്ക് ഇല്ലെന്ന് പറയാം. മോശമുണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് പഠിക്കുന്ന കോളേജിൽ നമുക്ക് മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവരുണ്ട് പിള്ളേരുണ്ട് ഇല്ലെന്നല്ല. അത് 2 ടൈപ്പ് പിള്ളേരുങ്ങളുണ്ട്. അല്ല നല്ല വേന്ദ്രന്മാരൊക്കെ എല്ലാരും ഉണ്ട്. അവര് ഈ കോളേജിലേക്ക് വന്നു വെച്ചാൽ അവര് ഫ്രീഡമാണ് കൂടുതൽ ഉദ്ദേശിച്ചത്. ഒരു എൻജോയ്മെന്റ്. അപ്പൊ കൂടുതൽ പഠിക്കുക കളിച്ചത് പിള്ളേരും എല്ലാം നല്ല കുഴപ്പമില്ലാത്ത പിള്ളേരൊക്കെ തന്നെ. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലേ അതിൽ 1-2 എല്ലാവരും ഉണ്ടാവും. അത് പൊങ്ങിട്ട് കാര്യമില്ല. ഇവിടെ വന്നതിന്റെ ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അത് കുഴപ്പമൊന്നുമില്ലാത്ത എല്ലാവരും എല്ലാവരും നല്ല സോഷ്യലായിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകണം. നമ്മൾ അതെല്ലാവരും അപ്പുറത്തെ സ്കൂളിലാണെങ്കിലും പിള്ളേരായിട്ട് എല്ലാവരും പാരൻസ് ആയിട്ടായിട്ട് നമ്മൾ വളരെ ഇവിടെ ആര് ചോദിച്ചാലും നമ്മൾ പറയും. എന്നെ അറിയാൻ പാടാത്ത വളരെ ചുരുക്കം തന്നെ പറയാം. അതെ. അപ്പൊ ഈ ജോസഫേട്ടന്റെ ഈ കുടുംബ പശ്ചാത്തലത്തിനെ കുറിച്ചൊക്കെ ഒന്നും കൂടെ ഒന്ന് പറയാമോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾ 6 മക്കളാണ്. 5 പെണ്ണും ആണായിട്ട് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. 5 പെങ്ങന്മാർക്കുള്ള അപ്പം കൂലിപ്പണിക്കാരനാണ്. അപ്പം അമ്മ വലിയ തന്നെ കാരണം അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. മക്കളൊക്കെ മക്കൾ 2 പേരുണ്ട്. ഇനി 2 പേരെ കല്യാണം കഴിഞ്ഞ് അവർക്ക് 2 പിള്ളേർ വെച്ചിട്ടുണ്ട്. മൂത്താക്ക് 2 പേര്, ഇളയാക്ക് 2 പേര്. എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ ജീവിച്ചു പോകും. ആരോ കുഴപ്പമൊന്നുമില്ല. അല്ല ഇപ്പൊ വീട് പണി പൊളിച്ച് പണിതുകൊണ്ടിരിക്കുന്നത്. ഇളയാൾക്ക് കൊടുത്ത് സ്ഥലം വീടൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഒരു വീട് പണി നടത്തുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു വീട്ടിലേക്ക് ഇപ്പൊ അടുത്ത് തന്നെ താമസമാകും പ്രതീക്ഷിക്കണം. അപ്പൊ സൈക്കിൾ യാത്രയിലൊക്കെ സൈക്കിൾ യാത്ര ഏറ്റവും നമുക്ക് സന്തോഷമുള്ള സൈക്കിൾ തന്നെയാണ്. നമുക്ക് ഏത് ഇടപെടി ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിലെ കൂടി നമുക്ക് സൈക്കിളിലൂടെ പോകാൻ ഏറ്റവും നല്ല. പിന്നെ എന്റെ ആരോഗ്യം ഇങ്ങനെ ഇരിക്കുന്നത് അത് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് വേറെ നമ്മള് വല്ല 2 വീലറിന് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തേവരക്കുളയിൽ ഇപ്പൊ സൈക്കിളായിട്ട് വരുന്ന വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രം വിദ്യാർത്ഥികൾ. ഞാൻ പറഞ്ഞ കൂടുതൽ ആൾക്കാർ സൈക്കിളിലേക്ക് വരണമെന്നാണ്. അപ്പൊ ഈ സൈക്കിൾ യാത്രയിലുള്ള ജീവിതം കൂടുതൽ മനോഹരമാകുക ഈ വിദ്യാർത്ഥികൾക്കൊപ്പം ഉള്ള ഈ സന്തോഷിച്ചുള്ള ഈ ആസ്വാദനം ഇനിയും ഒരുപാട് നാൾ മുന്നോട്ട് തിരുഹൃദയ കലാലയവുമായിട്ടുള്ള ഈ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ ഇടയാകട്ടെ. ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.